ഇത്ര എളുപ്പത്തിൽ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കോക്കനട്ട് ബിസ്ക്കറ്റാണ് ഇപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അരക്കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഗോതമ്പിൻ്റെ പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ മൈദയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കൊപ്ര ബിസ്ക്കറ്റ് ഉണ്ടാക്കുമെന്ന് ഒരു അന്ന എന്ന് പറഞ്ഞവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. അങ്ങനെ കമൻറ്റ് ചെയ്ത നിങ്ങളെ പേരും ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പി പറഞ്ഞാൽ എന്നെക്കൊണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ ആ റെസിപ്പി ചെയ്ത് കാണിക്കുന്നതാണ്. അങ്ങനെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് അധികം ചേരുവകളൊന്നുമില്ല. 1 ടേബിൾ സ്പൂണ് റവയാണ് ചേർക്കുന്നുള്ളത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുക. വെളുത്ത എള്ളാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് എള്ളാണ് ഉള്ളത് അത് ചേർത്തെടുത്താലും മതി. കറുത്തായാലും പ്രശ്നമൊന്നുമില്ല. വെളുത്ത എള്ളുണ്ടെങ്കിൽ വെളുത്ത എള്ള് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സാക്കി കൊടുത്തിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നുള്ളത്. ഇത് കട്ട കെട്ടാതെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതവിടെ മാറ്റി വെക്കാം. മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് എസൻസ് ആയിട്ട് ഞാൻ പൈനാപ്പിൾ എസൻസാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് എസൻസാണോ അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് നമുക്ക് ഇതിന് ആവശ്യമുള്ളത് 1/4 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് ഇടുന്നിട്ട് നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് ചേരണം. അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ പഞ്ചസാര ഇപ്പോൾ നല്ലവണ്ണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഈ പൊടിയിലോട്ട് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് മാവ് കുഴക്കും പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതേപോലെ ആദ്യം സ്പൂൺ വെച്ചിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലവണ്ണം കുഴച്ചെടുത്ത് വരാം. അങ്ങനെ ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിൽ 1/4 കപ്പ് വെള്ളമല്ല ചേർത്തിട്ടുള്ളതിന് അതിൻ്റെ പകുതിയെ കുഴക്കാനുള്ള വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗോതമ്പ് മാവാണെങ്കിൽ ചിലപ്പോൾ ഇത് മുഴുവനും വന്നേക്കാം. മൈദ എടുത്തതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ അത്രയും വെള്ളം എടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഒന്നും കൂടി കൈവച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഇതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. റോളറിനും അതേപോലെ കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ പരക്കുന്നത്. അധികം തിന്നാവണ്ട, എന്നാൽ അധികം തിക്കും ആകാതെ ഇതിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും തടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇത് നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഈ സൈഡിൽ തന്നെ ഒന്ന് കട്ടാക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ കട്ടാക്കി എടുത്തത് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അതേപോലെ ഈ സൈഡിലും ഒരു ഷേപ്പാക്കി എടുക്കാം. നടുക്കല കൂടിയിട്ട് ഒന്നും കൂടി ഞാൻ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇതാണ് ഞാനിപ്പോൾ ആക്കിയെടുക്കുന്നുള്ളത്. കത്തി വെച്ചിട്ട് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇത് 4 അറ്റവും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നല്ലോ. കത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇതേപോലെ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അകംവശം വെന്തൊന്നും വരില്ല. അപ്പോൾ ഒരു വശം റെഡി ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ഒരു ഗോൾഡൻ കളറായാൽ മതി. എന്നാൽ അകത്ത് വേവുകയും വേണം. എണ്ണയൊന്നും കുടിക്കില്ല ഈ ബിസ്ക്കറ്റിന്. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് എടുത്തതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡബിളാക്കി ചെയ്തെടുത്താൽ മതി. കണ്ടല്ലോ, നല്ല ഓയിൽ ഫ്രൈ ചെയ്ത ബിസ്ക്കറ്റാണെന്ന് ഒരിക്കലും പറയില്ല.
ചൂടാറിയതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇഷ്ടമായാലും ലൈക്ക് തരാൻ മറക്കരുത്.